പ്രധാനമായും ഓപ്പറേഷൻ സിന്ദൂറിൽ റഫേൽ വിമാനം തകർന്നു എന്നുള്ള വലിയ രീതിയിലുള്ള പ്രചാരണമാണ് കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ, നമ്മുടെ രാജ്യത്തെ പിന്നിൽ നിന്ന് കുത്തുന്ന പാർട്ടികൾ അഴിച്ചുവിടാനുള്ള ശ്രമം നടത്തിയത്. റഫേൽ അടക്കം വലിയ രീതിയിൽ തകരാർ സംഭവിച്ചു. ഒരു റഫേൽ ജെറ്റ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും കോൺഗ്രസ് പറഞ്ഞു പരത്താനായി ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ചീഫ് ഓഫ് ഡിഫൻസ് കൃത്യമായി അനിൽ ചൗഹാൻ അദ്ദേഹം കൃത്യമായി വന്ന് പറഞ്ഞത് ജെറ്റ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ നഷ്ടപ്പെട്ട ജെറ്റ് എന്ന് പറയുന്നത് അത് എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ അടിയിട്ടതൊന്നുമല്ല, അത് നമ്മുടെ തന്നെ ഫോൾട്ടായിരുന്നു എന്നുള്ളതാണ്. അതൊരു ഡമ്മി ജെറ്റായിരുന്നു എന്നുള്ളതാണ് പിന്നീട് പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്. എന്തായാലും റഫേൽ വിമാനത്തിനൊന്നും യാതൊരുവിധ കേടുപാടും സംഭവിച്ചിട്ടില്ല എന്നിപ്പോൾ ഔദ്യോഗികമായിട്ട് വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് ദസോൾട്ട് ഏവിയേഷൻ തന്നെയാണ്. ഇപ്പോൾ ആ റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ റഫേൽ വിമാനം തകർത്തുവെന്ന പാകിസ്ഥാന്റെ അവകാശവാദത്തെ സമ്പൂർണ്ണമായി തള്ളി ഫ്രഞ്ച് കമ്പനിയായിട്ടുള്ള ദസോൾട്ട് ഏവിയേഷൻ CEO ഐറിക് ട്രാപ്പിയർ രംഗത്തെത്തുകയായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിനിടെ റഫേൽ വിമാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ ഔദ്യോഗിക പ്രതികരണങ്ങളും ലഭ്യമായിട്ടില്ലെന്നും എറിക് പറയുന്നുണ്ട്. ഫ്രഞ്ച് മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യ തങ്ങളുമായി ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബന്ധപ്പെട്ടിട്ടില്ല, ഇന്ത്യക്ക് സമ്പൂർണ്ണമായിട്ടുള്ള സന്തോഷമാണുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനാൽ എന്താണ് നടന്നത് എന്ന് ഇന്ത്യ കൃത്യമായി അറിയിക്കേണ്ടതാണ്. അതായത് വിമാനം തകർന്നിട്ടുണ്ടെങ്കിൽ, പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. 3 റഫേലുകൾ തകർന്നുവെന്ന പാകിസ്ഥാന്റെ അവകാശവാദം തന്നെ പൊള്ളയാണ്. യുദ്ധം വിജയിച്ചോ എന്ന് വിലയിരുത്തുന്നത് യുദ്ധ സാമഗ്രികൾക്ക് കേടുപാടുകൾ സംഭവിച്ചോ എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി ആകരുത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ദൗത്യം ലക്ഷ്യസ്ഥാനത്തെത്തിയോ ലക്ഷ്യം നേടിയോ എന്ന് നോക്കിയാണ് വിജയം ഉറപ്പിക്കേണ്ടതെന്നാണ് എറിക് പറയുന്നത്. റഫേൽ യുദ്ധവിമാനം കൊണ്ടുവന്നതിന് ശേഷമുള്ള ഭാരതത്തിന്റെ ആദ്യത്തെ ദൗത്യമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. അതിലാണ് ഇന്ത്യക്ക് 3 ജെറ്റുകൾ നഷ്ടപ്പെട്ടു എന്ന് നമ്മുടെ രാഹുൽ ഗാന്ധി അടക്കം പറഞ്ഞു വരുത്തിയത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.